ചേച്ചി ഇതിൽ എന്ത് തെളിവാ ഉള്ളത്? അച്ഛന്റെ പഴയൊരു ഡയറിയാ. ഇതിൽ എന്താ ഉള്ളതെന്ന് എനിക്കറിയില്ല ദുർഗ. ഈ ഡയറി ഞാൻ ഇതുവരെ തുറന്നു നോക്കിയിട്ടില്ല. നമ്പർ ലോക്കിട്ട് വെച്ചിരിക്കുന്ന സ്ഥിതിക്ക് എന്തോ രഹസ്യങ്ങൾ ഇതിൽ സൂക്ഷിച്ചിട്ടുണ്ട്, അത് ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ ഇതയാൾക്ക് പെട്ടെന്ന് എടുത്ത് കൊടുക്കരുത് ചേച്ചി. നമുക്ക് വലുത് ഈ ഡയറിയോ ഇതിലെ രഹസ്യങ്ങളോ ഒന്നുമല്ല, ഞങ്ങളുടെ ധുനിമോളാ. അവളെ തിരിച്ചു കിട്ടാൻ ഇവിടെയുള്ള എന്താവശ്യപ്പെട്ടാലും അത് ഞങ്ങൾ കൊടുത്തിരിക്കും. എനിക്ക് എങ്ങനെയെങ്കിലും എന്റെ മോളെ തിരിച്ചു കിട്ടിയാൽ മതി. ചേച്ചി പൃഥ്വി എന്തായാലും അന്വേഷിച്ചു പോയിരിക്കല്ലേ. പൃഥ്വി തിരിച്ചു വരുന്നവരെ നമുക്ക് തൽക്കാലം എന്തെങ്കിലും പറഞ്ഞു നിൽക്കാം. അയാളിൽ നിന്ന് മോളെ രക്ഷിക്കാൻ നമുക്ക് കുറച്ച് സമയം കിട്ടിയേ പറ്റൂ. അതൊക്കെ റിസ്ക് ആണ്. അയാളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാ. മേനോന്റെ പേര് കേട്ടാ പോലീസുകാര് പോലും ഭയന്ന് മാറി നിൽക്കും. ഡയറി കൊടുക്കാന്ന് പൂർണിമ പറഞ്ഞ സ്ഥിതിക്ക് നമ്മുടെ മുമ്പിൽ വേറെ വഴിയൊന്നുമില്ല. എന്തായാലും ഈ ഡയറി അയാൾക്ക് കൊടുത്തേ പറ്റൂ. പൂർണിമ ചേച്ചിയുടെ അച്ഛൻ എത്ര കഷ്ടപ്പെട്ടിട്ടാവും മേനോനെതിരെ തെളിവുകൾ ശേഖരിച്ചത്. അത് ഇത്രയും നാളും മറ്റൊരാളുടെ കയ്യിൽ എത്താതിരിക്കാൻ അദ്ദേഹം എന്തൊക്കെ മുൻകരുതലുകൾ എടുത്തുവെന്നും നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇത്രയൊക്കെ അദ്ദേഹം ചെയ്തിട്ട് നമ്മളൊരു ഭീഷണിക്ക് വഴങ്ങി കൊടുക്കുന്നത് ശരിയല്ലെന്ന് എനിക്ക് തോന്നുന്നത്. ദുർഗ പറയുന്നത് ശരിയാണെന്ന് എന്റെ അഭിപ്രായം. അതോടൊപ്പം നമ്മൾ ധോനിമോളെ രക്ഷിക്കുകയും വേണം. രണ്ടും കൂടി സംഭവിക്കാൻ എന്താ വഴിയെന്ന് നമുക്ക് ആലോചിക്കാം. അതെങ്ങനെ? അത് എന്തായാലും പൃഥ്വി ഒന്നിങ്ങോട്ട് വരട്ടെ, വന്നിട്ട് നമുക്ക് എന്താന്ന് വെച്ചാൽ ആലോചിക്കാം. ആ അതാ നല്ലത് ചേച്ചി. കിരൺ ഒന്ന് വന്നേ, ഞങ്ങളിപ്പോ വരാം. ഹലോ ഹലോ, ഞാനിവിടെ പുറത്തുണ്ട്, നിങ്ങൾ പുറത്തേക്ക് വാ. ശരി സാർ. സാറ് പുറത്തുണ്ട്, വാ. വേഗം വാടാ. കുട്ടിയുടെ അകത്തുണ്ട്. എല്ലാത്തിനും നമുക്കൊപ്പം നിൽക്കേണ്ടവനാ പൃഥ്വി. സ്വന്തം വീട്ടുകാരുടെ കാര്യം വന്നപ്പോ അവനവന്റെ തനി നിറം കാണിച്ചു. പൃഥ്വിയുടെ ഭാഗത്തു നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ല ശ്രദ്ധ വേണം. ശരി സാർ. തൽക്കാലം ആ കൊച്ചിനെ ഉപദ്രവിക്കുന്നത് ചെയ്യരുത്. ഇല്ല. കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മളെ എതിർക്കാൻ മുന്നിൽ നിൽക്കുന്നത് ആ പൃഥ്വി ആയിരിക്കും. നമ്മുടെ എല്ലാ കാര്യങ്ങളും വ്യക്തമായി അറിയാവുന്നവനാണ് പൃഥ്വി. അതുകൊണ്ട് സൂക്ഷിക്കണം. സാറ് പേടിക്കണ്ട, ഞങ്ങൾ നോക്കണം. ആ കൊച്ചിലൂടെ തന്നെ എനിക്കെന്റെ ലക്ഷ്യം നേടിയേ മതിയാവൂ. ചെല്ല്. ശരി സാർ. വാടാ.
ബോധമില്ല. നമുക്ക് മോളെ നോക്കാം. വാ.